എവരിവൺ, ഇന്ന് ഞാൻ തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് തമിഴ്നാട് ഏരിയയിലൊക്കെ വരുന്ന ഒരു ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റാം കേട്ടോ. പിന്നെ അതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം. പിന്നെ ഈ ജാറിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിന, പച്ചമുളക്, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അരച്ചെടുത്താണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി ആഡ് ചെയ്തു. പിന്നെ ചെറിയ 2 സ്പൂണ് തൈരും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് അര സ്പൂണ് മുളക് പൊടി. പിന്നെ ഇതിലേക്ക് വേറൊരു മസാല നമുക്ക് റെഡിയാക്കാം. അതിലേക്ക് നമ്മൾ നോർമലി ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ മസാല തന്നെയാണ്. പട്ട, പൂവ്, ഗ്രാമ്പൂ, അതേപോലെ തന്നെ പിന്നെ കൊത്തമല്ലി ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടാം, അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ടാലും മതി. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അതാണ് ഇതിലേക്ക് ഇട്ടത്. അങ്ങനെ ആ 2 മസാലയും, അതായത് മുളക് പൊടിയും ഈ ഒരു മസാലയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കഴുകി വെച്ച ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഇപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് വേവണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. അതിൽ നിന്ന് ചിക്കനിൽ വെള്ളം ഇറങ്ങും. പിന്നെ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. ഇനി ഇതിലേക്ക് ഇടാനുള്ള അരി നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ജീരകശാല അരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ഈ ചിക്കനിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. പിന്നെ ഈ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. പിന്നീട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെല്ലാം കൂടി ഒരൊറ്റ പാത്രത്തിലായിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. നമ്മൾ നോർമൽ ബിരിയാണി പോലെയല്ല, 2 സെപ്പറേറ്റ് അല്ല. അരി ഈ ഒരു ചിക്കനിൽ തന്നെയാണ് ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി വേവിക്കുക. വെള്ളം വറ്റുന്ന വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി നോക്കുക. അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാവരും കഴിച്ചു. മക്കൾക്കും ഏട്ടനും എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.